മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 90:12, The book of Psalms, chapter 90, verse 12. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. ആയുസ്സിന്റെ നാളുകളെ എണ്ണുവാൻ സാധിച്ചാൽ ജ്ഞാനം ലഭിക്കുമെന്ന് സങ്കീർത്തനം പറയുകയാണ്. ഈ ജീവിതത്തിന് അവസാനമുണ്ടെന്നും അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുമെന്നും നാം ബോധ്യമുള്ളവരായിരിക്കണം. അപ്പോൾ നമ്മുടെ സംസാരവും പ്രവൃത്തികളും ഉന്നത നിലവാരം പുലർത്തുന്ന വിധത്തിലായിത്തീരും. മരണം എത്ര വേഗം നമ്മെ പിടികൂടുമെന്ന് മുൻകൂട്ടി അറിയുവാൻ സാധിക്കുകയില്ല. ചൈനക്കാർക്ക് പുരാതന കാലത്ത് സമയം അളക്കുവാൻ ഒരു പ്രത്യേക ഉപകരണമുണ്ടായിരുന്നു. ഒരു കയറിൽ നിശ്ചിത അകലത്തിൽ കെട്ടുകൾ ഇടുന്നു. ആ കയറിന്റെ അറ്റത്ത് തീ കത്തിക്കുന്നു. 1 മണിക്കൂർ കൊണ്ട് ഒരു കെട്ടിൽ നിന്ന് മറ്റേ കെട്ടുവരെ തീ എരിഞ്ഞെത്തും. കത്തി എരിഞ്ഞ ചാമ്പൽ നിലത്ത് പതിക്കുമ്പോൾ അവർ പറയും, കാലങ്ങളും ജീവിതത്തിൽ നിന്ന് എരിഞ്ഞു പോകുന്നെന്ന്. എരിഞ്ഞ ചാരം പോലെ ആയുസ്സിൽ നിന്ന് കാലങ്ങൾ എരിഞ്ഞു പോകുന്നു. J.R. മില്ലർ ഇപ്രകാരം പറയുന്നു: സകല ദിവസവും ഒരർത്ഥത്തിൽ തുല്യമാണ്, എന്നാൽ എല്ലാ ദിവസത്തിനും അതിൻ്റെതായ അവസരങ്ങളും ചുമതലകളും പ്രത്യേകതകളുമുണ്ട്. പുതുമയുള്ള ദിവസങ്ങൾ വീണ്ടും ലഭിക്കും, എന്നാൽ പിന്നിട്ട ദിവസങ്ങൾ വീണ്ടും ലഭിക്കുകയില്ല. സമയത്തെ നാം തക്ക വിധത്തിൽ ഉപയോഗിക്കണം. ഓരോ ദിവസം പിന്നിടുമ്പോഴും നാം ജനന ദിവസത്തോട് അകലുകയും മരണ ദിവസത്തോട് അടുക്കുകയും ചെയ്യുന്നു. ഈ ദിവസം എന്റെ അവസാന ദിവസമായിരിക്കാമെന്ന ഓർമ്മ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ വിലയില്ലാത്തവയുടെ പിന്നാലെ നാം ആകർഷിക്കപ്പെട്ടു പോവുകയില്ല. നാം ജ്ഞാനികളായിത്തീരും. ജ്ഞാനം അറിവുകളുടെ സമാഹാരമല്ല, ധന്യമായ ജീവിതത്തിനുള്ള കലയാണ്. ആ ബോധ്യത്തോടെ ജീവിതത്തെ നയിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.